ഒരു ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു ജോർജറ്റിൽ തന്നെ ചിക്കൻ കറി വർക്കിൽ വന്നിട്ടുള്ള 3 അൺസ്റ്റിച്ചഡ് സൽവാർ സെറ്റിൻ്റെ കളക്ഷനാണ് നോക്കാൻ പോകുന്നത്. ആൻഡ് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ലാവൻഡർ ഷെയ്ഡാണ്. ബോഡിയിൽ നമുക്ക് നോക്കുവാണെങ്കിൽ ഫുള്ളി ആ ഒരു യോക്ക് പോർഷൻ ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു ചിക്കൻ കറിയുടെ വർക്കാണ് ഫുള്ളി നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. യോക്ക് പോർഷൻ തൊട്ട് നമുക്ക് ബോഡി ഫുള്ളായിട്ട് ആ ഒരു ചിക്കൻ കറി വർക്കാണ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിടുമ്പോഴാണെങ്കിലും നല്ലപോലെ ഒരു പെർഫെക്റ്റ് ലുക്ക് കിട്ടുന്ന ഒരു അൺസ്റ്റിച്ച്ഡ് സൽവാർ സെറ്റാണ് കേട്ടോ. ആൻഡ് ആ ഒരു റൗണ്ട് നെക്കാണ് അതിൽ പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ആ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ആ ഒരു വർക്കാണ് അതിൽ പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ആൻഡ് ചിക്കൻ കറിയിൽ ജോർജറ്റിൽ വന്നിട്ടുള്ള ദുപ്പട്ട നോക്കുവാണെങ്കിൽ നമുക്കൊരു ഡബിൾ ഷെയ്ഡിലാണ് ആ ഒരു ദുപ്പട്ട ആയാലും ടോപ്പ് ആയാലും വന്നിരിക്കുന്നത്. അപ്പർ പോർഷനിൽ നോക്കുവാണെങ്കിൽ ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിലും ലോവർ പോർഷനിൽ നോക്കുവാണെങ്കിൽ ആ ഒരു ഡാർക്ക് ലാവൻഡർ ഷെയ്ഡിലുമാണ് ആ ഒരു ഷെയ്ഡ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. സറ്റൂണിൽ വന്നിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള ബോട്ടം ആൻഡ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ആ ഒരു ദുപ്പട്ട വന്നിട്ടുള്ളത്. ദുപ്പട്ടയിലും ലോവർ പോർഷനിൽ നോക്കുവാണെങ്കിൽ ആ ഒരു ഡാർക്ക് ഷെയ്ഡും അപ്പർ പോർഷനിൽ ഒരു ലൈറ്റ് ഒരു ഫേഡഡ് ഷെയ്ഡാണ് നമുക്ക് അതിലൊരു പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ആൻഡ് ദുപ്പട്ടയിൽ സ്കാറ്റർഡ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള ആ ഒരു ചിക്കൻ കറിയുടെ ഒരു ഫ്ലോറൽ പാറ്റേണിലാണ് ആ ഒരു ചിക്കൻ കറി വർക്ക് വന്നിട്ടുള്ളത്. നമുക്കൊരു പേസ്ലിയുടെ ഒക്കെ പാറ്റേൺ ആണ് ആ ഒരു ബോഡിയിൽ ത്രൂ ഔട്ടായിട്ട് നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ആഞ്ചൽ പോർഷനിലും ആ ഒരു ചിക്കൻ കറിയുടെ വർക്ക് നമുക്ക് പ്ലേസ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു ലൈറ്റർ ആൻഡ് ഡാർക്കർ ടോണിലാണ്, ഗ്രീൻ ഷെയ്ഡിലാണ് ആ ഒരു വർക്ക് നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ആൻഡ് സ്ലീവ്സിൻ്റെ പോർഷനിൽ വേണ്ടിയിട്ടും സെപ്പറേറ്റ് ആയിട്ട് ആ ഒരു സ്ലീവ്സിൻ്റെ എൻഡിൽ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ചിക്കൻ കറിയുടെ വർക്ക് നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുണ്ട്. ആൻഡ് ത്രൂ ഔട്ട് ദ ബോഡി ഫുള്ളി ഈ ഒരു ലുക്കാണ് നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഡബിൾ ടോണിൽ തന്നെ കാണുമ്പോൾ നല്ലൊരു ലുക്ക് കിട്ടുന്ന ഒരു ഷെയ്ഡും കൂടെയാണ്. ആൻഡ് സറ്റൂണിൽ വന്നിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള ബോട്ടം, അതിൻ്റെ കൂടെ പെയർ ചെയ്ത് വന്നിട്ടുള്ള ദുപ്പട്ട നമുക്കിപ്പോൾ ഇങ്ങനെ പെയർ ചെയ്തിടുക, എങ്ങനെ വേണമെങ്കിലും നമുക്ക് പെയർ ചെയ്തിടുക. അത് എന്ന് വെച്ചാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ആ ഒരു ദുപ്പട്ട നമുക്ക് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ആഞ്ചൽ പോർഷനിലും ഈ ഒരു വർക്ക് നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ, ആ ഒരു ചിക്കൻ കറിയുടെ വർക്ക്. ആൻഡ് GMA 144 എന്ന കോഡിൽ 5849 പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള കളക്ഷൻസ് ആണ്. ആൻഡ് ലാസ്റ്റ് വൺ വരുന്നത് ഈ ഒരു പീച്ച് ഷെയ്ഡാണ്. ഇതും നമുക്ക് ഡാർക്കർ ആൻഡ് ലൈറ്റർ ടോണിലാണ്. അപ്പർ പോർഷനിൽ നോക്കുവാണെങ്കിൽ ആ ഒരു ലൈറ്റർ ടോണും ലോവർ പോർഷനിൽ നോക്കുവാണെങ്കിൽ ആ ഒരു ഡാർക്കർ ടോണുമാണ്. ഒരു പേസ്ലിയുടെ ലുക്കിലാണ് ആ ഒരു ചിക്കൻ കറി വർക്ക് നമുക്ക് പ്ലേസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് സറ്റൂണിൽ വന്നിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള ബോട്ടം, ജോർജറ്റിൽ വന്നിട്ടുള്ള ദുപ്പട്ട. നമുക്കൊരു ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിടാവുന്നതാണ്. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് GMA 143 എന്ന കോഡിൽ 5849 പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള കളക്ഷനാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store. ഒരു ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഇടാവുന്ന രീതിക്ക് വന്നിട്ടുള്ള അൺസ്റ്റിച്ച്ഡ് സൽവാർ സെറ്റിൻ്റെ കളക്ഷനാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് എൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു സിക്സാക് പാറ്റേണിലായാലും ആ ഒരു അപ്പർ പോർഷനിൽ നിന്ന് യോക്ക് പോർഷൻ ചേട്ടാ ഇവിടെ നിന്ന് കട്ട് ചെയ്യണേ, ആ ഒരു സിക്സാക് പാറ്റേണിൽ വന്നിട്ടുള്ള ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിൽ വന്നിട്ടുള്ള സൽവാർ സെറ്റാണ് കേട്ടോ. ആൻഡ് ലോവർ പോർഷനിൽ നോക്കുവാണെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു ബ്ലോക്ക് പ്രിൻ്റ് ഡീറ്റെയിലിംഗ് ആണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. റിയൽ മിറർ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് പ്യോർ കോട്ടണിൽ വന്നിട്ടുള്ള ബോട്ടവും നമുക്ക് ബ്ലോക്ക് പ്രിൻറ്റിലാണ് പ്ലേസ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഷിഫോണിൽ വന്നിട്ടുള്ള ദുപ്പട്ട ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് വന്നിട്ടുള്ളത്. ആൻഡ് ദുപ്പട്ടയുടെ ഫുള്ളായിട്ടും നമുക്ക് ആ ഒരു സിക്സാക് പാറ്റേണിൽ വന്നിട്ടുള്ള ആ ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് വരുന്നുണ്ട്. കൂടാതെ ആ ഒരു പേസ്ലിൻ്റെയൊക്കെ ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റും കൂടെ അതിൽ പ്ലേസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ലുക്ക് നോക്കുവാണെങ്കിൽ ഇതാണ് ഫസ്റ്റ് ലുക്ക്. ആൻഡ് സെക്കൻഡ് വൺ വരുന്നത് ആ ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് നമുക്ക് ആ ഒരു സെക്കൻഡ് ലുക്ക് വന്നിട്ടുള്ളത്. നോക്കുവാണെങ്കിൽ ഒരു ഫ്ലോറൽ പാറ്റേണിലാണ് നമുക്ക് ഫുള്ളായിട്ട് ആ ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് വരുന്നത്. അതിനെ തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ട് റിയൽ മിററിൻ്റെ വർക്കും കൂടെ പ്ലേസ് ചെയ്ത് വന്നിട്ടുണ്ട്. ആൻഡ്
ബോട്ടം വരുന്നത് കോട്ടണിലാണ്. ആ ഒരു ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ ആ ഒരു മിററിൽ വന്നിട്ടുള്ള ആ ഒരു വർക്ക് പോലത്തെ ഒരു പാറ്റേണിലാണ് ആ ഒരു ബോട്ടത്തിൽ വന്നിട്ടുള്ള പ്രിൻ്റ് വന്നിട്ടുള്ളത്. ആൻഡ് ടോപ്പ് നോക്കുവാണെങ്കിൽ ഫുള്ളായിട്ട് ആ ഒരു ഫ്ലോറൽ പാറ്റേണിലാണ് ടോപ്പ് നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ആൻഡ് 2 പാറ്റേണിലാണ് ആ ഒരു ബ്ലോക്ക് പ്രിൻ്റ് വന്നിട്ടുള്ളത്. അപ്പർ പോർഷനിൽ ഒരു പാറ്റേണും ലോവർ പോർഷനിൽ ആ ഒരു ഫ്ലോറൽ പാറ്റേണിലുമാണ് ആ ഒരു ബ്ലോക്ക് പ്രിൻ്റ് ഡീറ്റെയിലിംഗ് നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ആൻഡ് അതിൻ്റെ കൂടെ പെയർ ചെയ്ത് വന്നിട്ടുള്ള ആ ഒരു ദുപ്പട്ട നമുക്കൊരു ഡബിൾ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ഒരു ഡാർക്കർ പാലറ്റിലും ഒരു ലൈറ്റർ ടോണിലുമാണ്. ഒരു ടീൽ ഗ്രീൻ ആൻഡ് ബ്ലൂ ഷെയ്ഡിലാണ് ആ ഒരു ഷെയ്ഡ് നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ആൻഡ് സെക്കൻഡ് ലുക്ക് ഇതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് ഗ്രേ വിത്ത് പിങ്ക് ഷെയ്ഡ്, ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡിലാണ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത്. ഇത് കുറച്ചൊന്ന് ഡിഫറെൻറ്റ് ലുക്കിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. എൻ്റെ ആ ഒരു യോക്ക് പോർഷനിൽ ആ ഒരു സെൻറ്റർ പോർഷനിൽ നോക്കുവാണെങ്കിൽ ആ ഒരു പിങ്ക് ഷെയ്ഡിൽ തന്നെ ആ ഒരു പ്രിൻ്റ് ഡീറ്റെയിലിംഗ് നമുക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിനെ തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ട് ആ റിയൽ മിററിൻ്റെ വർക്ക് നമുക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് 2 സൈഡിലും ആ ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു ഷെയ്ഡ്, ഒരു ഗ്രേ ഷെയ്ഡ്, ഒരു ബ്ലൂ, ഒരു ഗ്രീനിഷ് ഗ്രേ ആണ് വന്നിട്ടുള്ളത് കേട്ടോ. ആൻഡ് ഒരു ലീഫിൻ്റെ ഒരു പാറ്റേണിലാണ് ബോട്ടത്തിൽ വന്നിട്ടുള്ള ആ ഒരു പ്രിൻ്റ് ഡീറ്റെയിലിംഗ്. ആൻഡ് ദുപ്പട്ടയിലും ആ ഒരു ഡബിൾ ഷെയ്ഡിലാണ്, കോൺട്രാസ്റ്റ് ഷെയ്ഡിലാണ് ആ ഒരു പ്രിൻ്റ് ഡീറ്റെയിലിംഗ് നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ആൻഡ് ലാസ്റ്റ് ലുക്ക് വരുന്നൊരു ഓറഞ്ച് വിത്ത് ബേജ് ഷെയ്ഡാണ് കേട്ടോ. ഒരു ഡാർക്ക് ഓറഞ്ച് ആണ്. ഇതും ഞാൻ ഇപ്പോൾ കാണിച്ചതിൻ്റെ ഓൾമോസ്റ്റ് ഒരു സിമിലർ ലുക്കാണ് വരുന്നത്. ഇതിൽ നമുക്ക് ബോഡിയിൽ ഫുള്ളായിട്ട് ആ ഒരു യോക്ക് പോർഷൻ, സെൻറ്റർ പോർഷനിൽ ആ ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡിലാണ് ഫുള്ളി നമുക്ക് ആ ഒരു പ്രിൻ്റ് ഡീറ്റെയിലിംഗ്, ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ഡീറ്റെയിലിംഗ് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ആൻഡ് ആ ഒരു സെൻറ്റർ പോർഷനിൽ തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ട് ആ ഒരു റിയൽ മിറേഴ്സിൻ്റെ വർക്ക് നമുക്ക് പ്ലേസ് ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് ബോട്ടത്തിലും പ്രിൻ്റ് നമുക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദുപ്പട്ട ഒരു ഫങ്ഷൻ ആയാലും ഈ ഒരു കളർ കോമ്പിനേഷൻ കൊള്ളാമല്ലേ, നല്ല കളർ കോമ്പിനേഷൻ. ആ ഒരു ബേജ് ആൻഡ് ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. ഇതിലും ഫുള്ളായിട്ട് നമുക്കൊരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഒരു ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാനും നല്ലൊരു പെർഫെക്റ്റ് ലുക്ക് കിട്ടും. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് SF1105 എന്ന കോഡിൽ 3059 പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള കളക്ഷനാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട്, www.aham.store. 2 സാരീസ് കാണുമ്പോഴും ഒരേപോലത്തെ കളറെന്ന് തോന്നത്തില്ലേ? പക്ഷെ അല്ല, ഞാൻ വേറെ നിൽക്കുന്നത് പിങ്കും, ഇത് ഒരു ഷെയ്ഡല്ല, ഒരു 2-3 ഷെയ്ഡ് ഡാർക്കർ ടോണിൽ വന്നിട്ടുള്ള ഒരു ഡാർക്ക് പിങ്കുമാണ്. വർക്ക് റിലേറ്റഡ് ആയിട്ടൊക്കെ നമുക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഒരു സെമി ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന 2 സാരീസിൻ്റെ കളക്ഷനാണ്. കോട്ടയിൽ വന്നിട്ടുള്ള സാരിയാണ്. ആൻഡ് ബോഡിയിൽ ഫുള്ളായിട്ട് നമുക്ക് ഡിജിറ്റൽ പ്രിൻ്റ് ഡീറ്റെയിലിംഗ് ആണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അപ്പറിലും ലോവറിലും കുറച്ചൊന്ന് ബ്രോഡായിട്ട് നിൽക്കുന്ന ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. പ്രിൻറ്റിലാണ് എല്ലാം വന്നിട്ടുള്ളത്. പല്ലുവിൻ്റെ പോർഷൻ നോക്കുവാണെങ്കിലും ഒരു സ്ട്രൈപ്സ് പാറ്റേണിലാണ് പല്ലുവിൻ്റെ പോർഷനിൽ ഒരു പ്രിൻ്റ് ഡീറ്റെയിലിംഗ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അപ്പർ പോർഷനിൽ നോക്കുവാണെങ്കിൽ കുറച്ചൊന്ന് സോളിഡായിട്ടും സ്ട്രൈപ്സ് പാറ്റേണിലൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് ഈ ഒരു സമ്മർ ടൈമിൽ പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് കൊടുക്കാനാണെങ്കിൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് വന്നിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് രണ്ടും സെയിം പാറ്റേണിലാണ് സാരി വന്നിട്ടുള്ളത്. കളേഴ്സിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ആൻഡ് അടുത്തത് വന്നിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡിലാണ്. കണ്ടു, നമുക്ക് ഭയങ്കര ലൈറ്റ് വെയിറ്റ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഭയങ്കര ലൈറ്റ് വെയിറ്റ്, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ പല്ലുവിൻ്റെ പോർഷൻ വരുന്നത് ഇങ്ങനെ. ഞാൻ പ്ലീറ്റ്സ് എടുത്ത് കാണിച്ചു തരാം. പ്ലീറ്റ്സ് എടുക്കുമ്പോഴും നല്ലപോലെ ഒതുങ്ങി നിൽക്കുന്ന ഒരു ഓഫീസ് വെയർ ആയിട്ടാണെങ്കിലും ടീച്ചേഴ്സ്, പ്രൊഫസേഴ്സ് അങ്ങനെയുള്ളവർക്കും ഡെയിലി വെയർ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് സാരിയും കൂടെയാണ്. കണ്ടോ,
കാണുമ്പോൾ തന്നെ മനസ്സിലാവും പ്ലേറ്റ്സ് ഒക്കെ നല്ലപോലെ ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്ലേറ്റ്സും കൂടെയാണ്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നതും ഈ ഒരു ഡിജിറ്റൽ പ്രിൻ്റ് ഡീറ്റെയിലിങ്ങിലാണ്. ഫുള്ളി ഒരു ഫ്ലോറൽ പാറ്റേണിലാണ് ഈ ഒരു ബ്ലൗസ് പീസ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് കോഡ് വരുന്നത് SSN 162 എന്ന കോഡിൽ 1129 പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ കളക്ഷൻ.